4 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ഒരു വീടും ഈ ഒരു അമ്മയെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. ഏകദേശം 12 ലക്ഷത്തോളം ആളുകൾ കണ്ട ആ ഒരു വീടും ആ ഒരു അമ്മ ഇതാണ്. അന്ന് നമ്മൾ ഒരു ഡ്രോ നടത്തുന്നു ഈ അമ്മയെ ഒന്ന് സഹായിക്കണം എന്നായിരുന്നു നമ്മൾ അന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്തിരുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അമ്മ ഒരു ആപത്തിൽപ്പെട്ട് നിൽക്കുകയാണ്. അതെന്താണെന്ന് നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം. അമ്മയ്ക്ക് നമ്മൾ അന്ന് ആ ഒരു വീഡിയോ എടുത്തതിന് ശേഷം പിന്നീട് എന്താണ് സംഭവിച്ചത്? ആ വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 12 ലക്ഷം ആളുകൾ കണ്ടു. അതെ, 12 ലക്ഷം ആളുകളുണ്ട്. 12,500 പേര് അമ്മയെ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അമ്മയ്ക്ക് 138 ടോക്കൺ പോവുകയും ചെയ്തു. ആ ടോക്കൺ പോവുകയും എടുക്കുകയും ചെയ്ത് ജനുവരി 20-ാം തീയതി അമ്മയ്ക്ക് ഇതേപോലെ ഒരു കോള് വരികയുണ്ടായത്. ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഇതേപോലെ ഒരു 17 പേര് എന്നുള്ളൊരു ഗ്രൂപ്പാണ് അമ്മയെ സഹായിക്കാം, അമ്മ ഇത് കൊടുക്കണ്ട, ഈ വീട് നമുക്ക് തന്നെ തിരിച്ചെടുത്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്തത്. കോള് വന്നു. അപ്പോൾ അവർ പിറ്റേന്ന് തന്നെ ബാങ്കിൽ വിടുകയും ഞാൻ പോയി ബാങ്കുകാരായിട്ട് സംസാരിച്ച് അവർ പൈസ ഇപ്പം 5 ദിവസത്തിനുള്ളിൽ അടയ്ക്കാമെന്ന് പറഞ്ഞിരുന്നു ആദ്യത്തെ ദിവസം. പിന്നീട് ഒരുപാട് അവധികൾ പറഞ്ഞ് 4 മാസവും പറയുന്ന അവധി തന്നെ ഞാൻ എന്നോട് ലക്കി ഡ്രോ എടുക്കുന്നില്ല എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ഏകദേശം ഒരു 100-120ഓളം ആളുകളുടെ നമ്മൾ ടോക്കൺ കൊടുത്തിരുന്നു. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യും, നമുക്ക് മാക്സിമം ഈ അമ്മ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഡ്രോ നടത്താതെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരാൾ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ ഡ്രോ നടത്താതെ തന്നെ അമ്മ ഈ വീട് തിരിച്ചെടുക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ അങ്ങനെ നിന്നത്. അവർ തന്നെ എന്നെ കൊണ്ട് നിർത്തിച്ചായിരുന്നു. 17 പേരും ഉള്ള ഒരു ഗ്രൂപ്പാണ്, അവർക്ക് പൈസ ഇതേപോലെ കിട്ടുമെന്ന് പറഞ്ഞ് 4 മാസം കൊണ്ട് അവരോരോ ഡേറ്റ് പറയുന്നതെല്ലാം ഞാൻ ഈ ടോക്കൺ എടുത്ത ആളുകളോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മയെ അവർ ടോക്കൺ നിർത്തിവെക്കാൻ പറഞ്ഞ് അങ്ങനെയാണ് നിർത്തിവെച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇപ്പോൾ നമ്മൾ 29-ാം തീയതി അവസാനത്തെ ഡേറ്റ്, ഞാൻ ഈ 29-ഉം 30-ഉം എല്ലാം ഈ എടുത്ത ലക്കി ഡ്രോ എടുത്ത ആളുകളോട് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അവസാന സമയമായപ്പം അവർ ഇനി ഒരു അവധിയും കൂടെ പറഞ്ഞ് കേൾക്കാനുള്ളത് ബാങ്കുകാർക്കില്ല. ബാങ്കുകാർ അവസാനം മെയ് 5 വരെയുള്ള അവധിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ വീട് ജപ്തി ആവുക. അപ്പോൾ ഇനിയിപ്പോൾ ലേലത്തിൽ വെക്കാൻ പോയ 2 ദിവസം കഴിയുമ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിളിച്ചവരോടെല്ലാം കാര്യങ്ങൾ കുറച്ച് പേരോട് പറയുകയും കുറച്ച് ആളുകൾക്ക് തിരിച്ചു ചോദിച്ച കുറച്ച് ആളുകൾക്ക് പൈസ ഇട്ട് കൊടുക്കുകയും ചെയ്തു. ഈ അക്കൗണ്ടിൽ വന്ന പൈസ ശരിക്കും പറഞ്ഞാൽ ബാങ്കുകാർ എന്തോ പിടിച്ചു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അടച്ചെടുക്കാനുള്ള പൈസ ആയതുകൊണ്ട് ബാങ്കിൽ അടയ്ക്കാനുള്ളതായതുകൊണ്ട് നമ്മൾ അത് കിട്ടിയത് ബാങ്കിലോട്ട് അടച്ചത്. അതായത് ഈ ഡ്രോയ്ക്ക് വേണ്ടിയിട്ട് പൈസ ഇട്ടവർ ആ അക്കൗണ്ടിൽ അമ്മയുടെ അക്കൗണ്ടിൽ ഇട്ടു. ആ അക്കൗണ്ടാണ് ഈ ബാങ്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ ആ അക്കൗണ്ടിൽ നിന്ന് പിടിക്കുകയും ചെയ്തു കുറേ പൈസ. 2 പ്രാവശ്യമായിട്ട് പിടിച്ചു. വിശ്വസിച്ച് ഇവർ അടയ്ക്കുമെന്നുള്ളൊരു ഇതുകൊണ്ടേ 2 പ്രാവശ്യമായിട്ട് പൈസ പിടിക്കുകയും ചെയ്തു. പിടിച്ച് അവർ എന്നിട്ട് നമുക്ക് അതിനകത്ത് അടയ്ക്കാനുള്ള പൈസ ആയിരുന്നല്ലോ. അതുകൊണ്ട് അവർ പിടിച്ചു. അന്നേരം അവർ ബാങ്കുകാർ കേട്ട് ഈ 4 മാസം ബാങ്കുകാർ കേട്ട് മെനഞ്ഞാന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇനി നമുക്ക് കേൾക്കാൻ ഓപ്ഷൻ ഇല്ല, ഈ 5-ാം തീയതി വരെയുള്ള ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എന്നെ വിളിച്ച ആളുകളോട് ഞാൻ അവസാനം ചോദിച്ചപ്പോഴും അവരിനി പൈസ ഇട്ട 1 മാസം കൂടെ അവധി അവരെന്നോട് ചോദിച്ചു. എനിക്കത് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അവധി കേൾക്കേണ്ടതുള്ളൂ. ഈ 4 മാസം അവർ പറയുന്ന 23 തവണത്തെ അവധി ഞാൻ കേട്ടു. ഇത് അടയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കിൽ അടയ്ക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് തരാൻ ആഗ്രഹമുള്ളവരാ, പക്ഷേ അവരുടെ കയ്യിൽ കിട്ടിക്കാണത്തില്ല. അവരൊരിക്കലും കുറ്റം പറയുന്നില്ല. നമ്മുടെ ഇതുകൊണ്ട് എൻ്റെ ഇതുകൊണ്ടായിരിക്കും ഞാനത് കേട്ടുപോയത്. നമ്മുടെ അവസ്ഥയിൽ നമ്മളത് കേട്ടുപോയി. പക്ഷേ ഇപ്പോൾ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് അമ്മ പോകുന്നത് അല്ലേ? അമ്മയ്ക്ക് വന്നാൽ നമുക്ക് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അമ്മയുടെ ഇടത് കണ്ണ് ഫുള്ളായിട്ട് പോയതാണ്. അതുകൊണ്ട് വലത്തെ കണ്ണിൻ്റെത് സൂപ്പർ ഡോക്ടർ കൊല്ലം ഡിസ്ട്രിക്റ്റിലെ ഡോക്ടർ വലത്തെ കണ്ണിൻ്റെ നോക്കിയിട്ട് അതും കാഴ്ച ഉടനെ പോകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് ഈ അമ്മയുടെ അവസ്ഥ. അതുകൊണ്ടാണ് ഈ ഒരു ഡ്രോ ശരിക്കും പറഞ്ഞാൽ പാതി വഴിയിൽ അമ്മയ്ക്ക് ഇത് നിർത്തി വെക്കേണ്ടി വന്നത്. അപ്പോൾ ആരും തന്നെ അമ്മയെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല അല്ലേ? ഈ അമ്മയോടും കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്നെ വിളിക്കുന്നവരോട് എല്ലാവരോടും പറയുന്നുണ്ട്. പിന്നെ ഇത് ഡേറ്റ് മാറ്റി വെക്കുന്നതുകൊണ്ട് കുറേ ആളുകൾ തിരിച്ച് ചോദിച്ചു, അവർക്കൊക്കെ നമ്മൾ തിരിച്ച് കുറച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നവർക്ക് നമ്മൾ കൊടുത്തു. അപ്പോൾ ഈ അവസ്ഥ ഇതാണ്. അപ്പോൾ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഈ അമ്മയെ ഒന്ന് സഹായിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കെ തന്നെ ശരീരത്തിൻ്റെ പ്രധാന ഭാഗമായ കണ്ണ് ഓരോ ദിവസം പോകുന്തോറും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അത് ഉടനെ പോകുമെന്നോ ഡോക്ടറും പറഞ്ഞിരിക്കുന്ന കാഴ്ച ഈ കണ്ണ് പോലെ തന്നെ മറ്റേ കണ്ണ്. എല്ലാവരും വിചാരിക്കും പറ്റിച്ചതാണെന്ന് വിചാരിക്കും, പറ്റിച്ചതൊന്നുമില്ല. ഇങ്ങനൊരു കാര്യം കൊണ്ട് അങ്ങനെ നിർത്തി വെക്കേണ്ടി വന്നത്. ഇതെല്ലാവരും ഇത് തുടർന്ന് പോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് ശരിക്കും എല്ലാവരും 2-3 ദിവസം കൊണ്ട് ബാങ്കുകാർ ഇനി കേൾക്കത്തില്ല, അവർ പറഞ്ഞു ഇനി കേൾക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവർ ഒരു വർഷമായിട്ട് ഇത് തന്നെ ഇപ്പോൾ ഇത് നടത്തിയതിന് ശേഷം 4 മാസം അവർ കേട്ട് അവസാനം മെനഞ്ഞാന്ന് അവർ പറഞ്ഞു അമ്മ ഇനി നിങ്ങൾ കാത്തിരിക്കണ്ട,
കാരണം ഇനി അത് നടക്കത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു നിമിഷത്തിലും അമ്മയെ സഹായിക്കാമെന്ന് പറഞ്ഞവർ പറ്റിച്ചു എന്ന് അമ്മ വിശ്വസിക്കുന്നില്ല. അവർ പറ്റിച്ചു എന്ന് അമ്മ ഒരിക്കലും പറയുന്നില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. അവരെ വിളിക്കുമ്പോൾ അന്നേരം ഫോൺ എടുക്കുക, അവരുടെ അവസ്ഥ പറയും. അവരെവിടെ ഒരു പിന്നെ ലോണിന് എന്തോ കൊടുത്താൽ അവരെല്ലാവരും കൂടെ ചേർന്ന് അതിൽ നിന്ന് ഒരു പൈസ ഇട്ടാൽ എനിക്ക് വീട് തിരിച്ചെടുത്ത് തരാമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അവർക്കും കിട്ടിയിട്ടില്ല. പൈസ കിട്ടാത്തതുകൊണ്ട് അവർ പറഞ്ഞ് 4 മാസത്തെ അവധി ഞാൻ കേട്ടു. ഇനി കേട്ടിരുന്നാൽ ഞാൻ ആരോടും എനിക്ക് മറുപടി പറയാനില്ലാത്തതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ അമ്മയുടെ നമ്പർ ഞാൻ അതിനകത്ത് വെച്ചേക്കാം. ഈ അമ്മയെ സഹായിക്കാൻ പറ്റുന്നവർ ഒന്ന് സഹായിക്കണം. കാര്യം അമ്മയുടെ അവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഈ അമ്മയെ സഹായിക്കാൻ പറ്റുന്നവർ ഒന്ന് സഹായിക്കുക. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈ അമ്മയുടെ ഈ ഒരു കോൺടാക്ട് നമ്പർ എഴുതി വെച്ചേക്കാം. അവരെ അമ്മയെ ഒന്ന് വിളിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം അല്ലേ? എന്തെങ്കിലും സംശയമുള്ളവർക്കൊക്കെ ഒന്ന് വിളിച്ചുകൂടാമേ? ഞാൻ വിളിക്കുന്നവർക്കൊക്കെ മറുപടി പറയുന്നുണ്ട്. പക്ഷേ കുറേ പേരെടുത്ത് പറയാനും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ പോലും നമ്മൾ എടുക്കുന്നത്. ഒരുപാട് പേർക്ക് അമ്മ ചിലപ്പം പറഞ്ഞ ഏകദേശം 1 ലക്ഷത്തിൽ മേലെ ടോക്കണൊക്കെ വിറ്റു എന്ന് അറിയുമ്പോഴത്തേക്ക് നമ്മൾ 100 വെച്ചിട്ടുണ്ടെങ്കിൽ 3-4 പേരുടെ ടോക്കനെ വന്നോളാം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അമ്മ ഈ ഒരു ടോക്കൺ ശരിക്കും പറഞ്ഞാൽ വിറ്റ് പോകാൻ വേണ്ടിയിട്ട് 5001 മുതലാണ് നമ്മൾ അമ്മ ഈ ടോക്കൺ കൊടുത്തു തുടങ്ങിയത്. 5000 മതി എന്ന് വിചാരിച്ചു. അപ്പോൾ 5001 എന്ന് പറഞ്ഞാണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടോക്കൺ പോലും 5001 എന്ന് പറഞ്ഞാൽ കൊടുത്തത്. അങ്ങനെയാണ് ഏകദേശം 120-130 ടോക്കൺ വിറ്റത് ശരിക്കും. അല്ലാതെ 5000 ടോക്കൺ ഇതുവരെ വിറ്റില്ല അല്ലേ? കാണുന്നവർ വിചാരിക്കും 5001 എന്ന് പറഞ്ഞ ടിക്കൺ 1 നമ്പർ ടോക്കൺ ഫസ്റ്റ് കൊടുത്ത ഒരാൾക്ക് പോലും 5001 എന്ന് പറഞ്ഞ് കൊടുത്തപ്പോഴത്തേക്ക് അവർ വിചാരിക്കും 5000 ടോക്കൺ വിറ്റിട്ട് അതിന് ശേഷമാണ് 5001 കൊടുത്തതെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ശരിക്കും നടന്നതെന്ന് പറഞ്ഞാൽ ടോക്കൺ മുന്നോട്ട് പോകാൻ വേണ്ടി അമ്മ വേറൊരാൾ പറഞ്ഞ ഒരു ഇതിലാണ് അങ്ങനെ ചെയ്തതല്ലേ? അത് വേറൊരാൾ ചെയ്ത ഒരു അറിവിൻ മേലാണ് അമ്മ അങ്ങനെ ഒരു സംഭവം ചെയ്തത്. അപ്പോൾ 100 തുടങ്ങിയപ്പോൾ ഇത്രയും ഒരു മാസം ഇരുന്നൊക്കെ ഒന്നും പോകുന്നില്ല. അപ്പോൾ 5001 എന്ന് പറഞ്ഞ് തുടങ്ങി നോക്കുക. അങ്ങനെ കുറച്ച് പെട്ടെന്ന് ആളുകൾ വിളിച്ചു എടുക്കും എന്ന് പറഞ്ഞതിൻ്റെ മേലാണ് അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് തന്നെ അമ്മ ഏകദേശം 100-120 ടോക്കണാണ് വിറ്റത്. ഏകദേശം വിറ്റ പൈസ ബാങ്കിൽ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം മാക്സിമം തിരിച്ചു കൊടുത്തിട്ടുണ്ട്. മാക്സിമം അമ്മ കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ കൊടുത്തോണ്ടും ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാരണത്താലാണ് ഈ ഒരു ഡ്രോ ശരിക്കും പറഞ്ഞാൽ പാതി വഴിയിൽ അമ്മ ഇങ്ങനെ പെട്ട് നിൽക്കുന്നൊരവസ്ഥ. അതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും ഈ സഹായിക്കാൻ മനസ്സുള്ളവർ ശരിക്കും ഈ അമ്മയെ ഒന്ന് സഹായിക്കുക. ഇതാണ് ഈ അമ്മയുടെ അവസ്ഥ.